പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മാർച്ച് 29 ഞായറാഴ്ച. മർക്കോസിന്റെ സുവിശേഷം 11 അധ്യായം 9-10 വാക്യങ്ങൾ. മുൻപും പിൻപും നടക്കുന്നവർ ഹോസന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ, അത്യുന്നതങ്ങളിൽ ഹോസന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. ഇന്ന് ഓശാന ഞായറാഴ്ചയാകുന്നുവല്ലോ. യേശു ക്രിസ്തു യെരുശലേമിലേക്ക് രാജാവായി പ്രവേശിച്ച ആ മഹത്തായ നിമിഷം നാം സ്മരിക്കുന്നു. ജനങ്ങൾ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ച് വലിയ സന്തോഷത്തോടെ വിളിച്ചു പറയുന്നു, ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ഈ സന്തോഷവും ആഹ്ലാദവും നിറയുന്ന നിമിഷത്തിനിടയിൽ ഒരു ഗൗരവകരമായ ചോദ്യം നമ്മെ അഭിമുഖീകരിക്കുന്നു. ആ ദിവസം ജനങ്ങൾ യേശുവിനെ സ്വീകരിച്ചുവെങ്കിൽ ഇന്ന് നാം അവനെ യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്നുണ്ടോ? ഈ സന്ദേശത്തിന്റെ മധ്യബിന്ദു വളരെ വ്യക്തമാണ്. യേശുവിനെ സ്വാഗതം ചെയ്യുന്നത് വാക്കുകളിൽ മാത്രമല്ല, ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിലൂടെയാകണം. ഓശാനയിൽ ജനങ്ങൾ ചെയ്ത് നാം ശ്രദ്ധിക്കുമ്പോൾ അവർ തങ്ങളുടെ വസ്ത്രങ്ങളും വഴിയിൽ വിരിച്ചു യേശുവിനെ രാജാവായി പ്രഖ്യാപിച്ചു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ അതേ ജനം ക്രൂശിക്ക എന്ന് വിളിച്ചത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്, വാക്കുകളിൽ ഹോശന്ന എന്ന് വിളിക്കുന്നത് എളുപ്പമാണ്, പക്ഷേ യേശുവിനെ ജീവിതത്തിൽ പിന്തുടരുന്നത് അത്ര എളുപ്പമല്ല എന്നതാണ്. വാക്കുകളിൽ ഹോശന്ന വിളിച്ച് ജീവിതത്തിൽ യേശുവിനെ നിരാകരിക്കുന്നത് യഥാർത്ഥ വിശ്വാസമല്ല. ഒരു ഉദാഹരണം നമുക്ക് പരിഗണിക്കാം. ഒരു രാജാവ് ഗ്രാമത്തിലേക്ക് വരുന്നുവെന്ന് അറിയിച്ചാൽ ഗ്രാമത്തിലെ ജനങ്ങൾ സാധാരണയായി വഴികൾ വൃത്തിയാക്കുന്നു, വീടുകൾ അലങ്കരിക്കുന്നു, രാജാവിനെ ആദരവോടെ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. എന്നാൽ ഒരു ചെറിയ കുട്ടി ഇത് കണ്ടതായ അവസരത്തിൽ ഒരു ചോദ്യം ഉന്നയിച്ചു. നാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, എന്നാൽ നമ്മുടെ ഭവനങ്ങൾ അകത്തു നിന്ന് വൃത്തിയാണ്. ഈ ചോദ്യം ഓശാന ഞായറാഴ്ചയുടെ യഥാർത്ഥ സന്ദേശം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധമാണോ, നമ്മുടെ മനസ്സ് സത്യസന്ധമാണോ എന്നതാണ് പ്രധാനപ്പെട്ടത്. നമ്മുടെ ചുറ്റുപാടുകൾ വൃത്തിയാക്കുന്നതിന് മുൻപ് ഹൃദയത്തെ ശുദ്ധീകരിക്കണം. കാരണം യേശുവിന് വേണ്ടത് പുറം അലങ്കാരമല്ല, ആത്മാർത്ഥമായ ഹൃദയമാണ്. അതിനാൽ ഓശാന നമ്മെ ഒരു ഓർമ്മപ്പെടുത്തലായി മാത്രം നിലനിൽക്കുന്നില്ല, മറിച്ച് ഒരു വിളിയായി മാറുന്നു. അഹങ്കാരം വിട്ട് വിനയം സ്വീകരിക്കാനുള്ള വിളി, കപടമായ വിശ്വാസം വിട്ട് സത്യമായ ആത്മീയ ജീവിതം നയിക്കുവാനുള്ള വിളി, ആരാധനയിൽ മാത്രമല്ല നമ്മുടെ പ്രവൃത്തികളിലും യേശുവിനെ പ്രകടിപ്പിക്കാനായിട്ടുള്ള വിളി. യേശു കഴുതപ്പുറത്ത് വന്ന്, എന്നാൽ അവൻ നമ്മുടെ ഹൃദയത്തിൻ്റെ സിംഹാസനം തേടുന്നു. ഹോശന്ന എന്ന് പറയുന്നത് നമ്മുടെ അധരങ്ങളായിരിക്കാം, പക്ഷേ അതിൻ്റെ സത്യത തെളിയിക്കേണ്ടത് നമ്മുടെ ജീവിതമാണ്. ഹോശന്ന വീണ്ടും നമ്മോടൊരു ചോദ്യം ചോദിക്കുന്നു, നാം യേശുവിനെ ഒരു ദിവസത്തെ രാജാവാക്കുമോ അതോ നിത്യ രാജാവാക്കുമോ? ജനക്കൂട്ടം മാറിപ്പോയി, അവരുടെ നിലപാട് മാറി, എന്നാൽ യേശുവിൻ്റെ സ്നേഹം ഒരിക്കലും മാറിയില്ല. അതിനാൽ ഇന്ന് നാം ഒരു ഉറച്ച തീരുമാനമെടുക്കാം. എൻ്റെ ഹൃദയം യേശുവിൻ്റെ യെരുശലേമാകട്ടെ, യേശുനാഥൻ എൻ്റെ ഹൃദയമാകുന്ന യെരുശലേമിൽ വാഴട്ടെ. പ്രാർത്ഥിക്കാം. കരുണാനിധിയായ യേശുവേ, ഓശാന ഞായറാഴ്ചയുടെ വിശുദ്ധ ദിവസത്തിൽ നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ.
വാക്കുകളിൽ മാത്രം ഹോശന്ന എന്നതല്ല, പ്രവൃത്തികളിലും അത് സത്യമായി തീരുവാൻ ഇടയാക്കി തീർക്കണമേ. വിനയം, സ്നേഹം, വിശ്വാസം എന്നിവയിൽ വളരുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നീ എന്നും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ രാജാവായി വാഴണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.